നമസ്കാരം. യൂത്ത് കോൺഗ്രസ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ കോടതിയിൽ നിലപാട് മയപ്പെടുത്തി. താൻ ചെയ്തത് തെറ്റായിപ്പോയെന്നും വീഡിയോ പിൻവലിക്കാൻ തയ്യാറാണെന്നും രാഹുൽ ഈശ്വർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ബോധിപ്പിച്ചു. യുവതിയെ അപമാനിക്കുന്ന തരത്തിൽ പ്രതികരിച്ചിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ വിവരങ്ങൾ വായിക്കുക മാത്രമാണ് ചെയ്തതെന്നും അതിൽ യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിവരങ്ങളില്ലെന്നുമാണ് രാഹുൽ ഈശ്വർ കോടതിയിൽ ആദ്യം അറിയിച്ചത്. എന്നാൽ പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റി. എഫ്ഐആർ വായിച്ചതിൽ തെറ്റ് പറ്റിപ്പോയെന്നും പോസ്റ്റ് ചെയ്ത വീഡിയോ പിൻവലിക്കാൻ തയ്യാറാണെന്നും രാഹുൽ ബോധിപ്പിച്ചു. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. പോലീസ് ആവശ്യപ്പെട്ട രേഖകൾ കണ്ടെത്തിയതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും അഭ്യർത്ഥിച്ചു. എന്നാൽ അന്വേഷണവുമായി പ്രതി ഒട്ടും സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. അതേസമയം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജി രാഹുൽ ഈശ്വറിന് പിൻവലിക്കേണ്ടി വന്നു. ജില്ലാ കോടതിയിൽ ഹർജി നിലനിൽക്കെ മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം കേൾക്കാനാകില്ലെന്ന് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജ് നിലപാടെടുത്തു. അഭിഭാഷകൻ കൂടിയായ പ്രതിയുടെ ഈ നടപടി നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. രാഹുൽ ഈശ്വറിന്റെ പ്രാരംഭവാദമായ എഫ്ഐആറിലെ വിവരങ്ങളാണ് പോസ്റ്റ് ചെയ്തതെന്നും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ഉള്ളതിനെ കോടതി ചോദ്യം ചെയ്തു. ലൈംഗിക പീഡന കേസിലെ എഫ്ഐആർ പൊതുരേഖയായി കണക്കാക്കാനാകില്ലല്ലോ എന്ന് കോടതി പ്രതിഭാഗത്തോട് ചോദിച്ചു. അതിജീവിതയെ സംബന്ധിക്കുന്ന വീഡിയോയോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ മാറ്റാൻ തയ്യാറാണെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് ആവശ്യപ്പെട്ട രേഖകൾ കണ്ടെത്തിയതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും പ്രതിഭാഗം വാദിച്ചു. രണ്ടാമത്തെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടയാതെ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അറസ്റ്റ് തടയണമെന്ന് രാഹുൽ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസ് ആണിതെന്നും അറസ്റ്റ് തടയണമെന്നും രാഹുലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. പരാതിക്കാരിയുടെ പേരോ സംഭവസ്ഥലമോ വ്യക്തമല്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു. ഇമെയിൽ ഐഡിയിലും പേര് വ്യക്തമാക്കിയിട്ടില്ല. സംഭവത്തെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ലാതെയാണ് പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന പരാതിയാണെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ രാഹുൽ അംഗമായ പാർട്ടിയുടെ അധ്യക്ഷനാണ് പരാതി DGPക്ക് കൈമാറിയതെന്നും റിപ്പോർട്ട് പരിഗണിക്കാതെ അറസ്റ്റ് തടയരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്തായാലും ആദ്യത്തെ കേസിലാണ് ഇത്തരത്തിൽ രാഹുലിന് ആശ്വാസമായി വന്നതെങ്കിലും രണ്ടാമത്തെ കേസിൽ, അതായത് 23-കാരിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ രാഹുലിന് തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അറസ്റ്റ് തടയാനാവില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു ആദ്യത്തെ കേസിൽ പറഞ്ഞിരുന്നത്.